നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UPSC പരീക്ഷ കഴിഞ്ഞു. ഇനി LPSC പരീക്ഷയ്ക്ക് വെറും 10 ദിവസം മാത്രം. അപ്പോ LPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം UPSC പരീക്ഷ എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിലൊരു ട്രെൻഡ് എന്താണെന്നുള്ളത് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള 10 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ അധ്യാപക സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, വരാൻ പോകുന്ന 10 ദിവസം നിങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് LPSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും ജോലി നേടാനും സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, UPSCയെക്കാളും കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് കുറയുന്ന പരീക്ഷയാണ് LPSCയുടെ പരീക്ഷ. കട്ട് ഓഫ് കുറവായിരിക്കും, പക്ഷേ സ്റ്റാൻഡേർഡ് ഒരു പക്ഷേ UPSCയെക്കാളും കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. UPSCക്ക് പൊതുവെ വാക്കൻസീസ് കുറവായിരിക്കും, LPSCക്ക് വാക്കൻസീസ് കൂടാനുള്ള സാധ്യതയുണ്ട്. LPSC പരീക്ഷയ്ക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള സാധ്യതയും അതുപോലെ തന്നെയാണെങ്കിൽ കട്ട് ഓഫ് കുറയാനൊക്കെ സ്റ്റാൻഡേർഡ് കൂടുന്നതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് കുറയുന്നത്, അല്ലാതെ പരീക്ഷ എളുപ്പമായതുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് UPSC പരീക്ഷയിൽ ഒരു 60-65 മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് LPSC പരീക്ഷയിൽ നേടിയെടുക്കാൻ സാധിച്ചാൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും നിങ്ങൾക്ക് ജോലി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ആദ്യത്തെ വർഷം തന്നെ ജോലി ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റുകളൊക്കെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 60-65 മാർക്കിടയിലൊക്കെ സ്കോർ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ സർവീസിൽ പ്രവേശിക്കുകയുണ്ടായി. അപ്പോ ഈ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഈ 10 ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ ഒരിക്കലും നിങ്ങൾ ഇത് ഫോളോ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളാണ് എങ്ങനെയാണ് പഠിക്കുന്നത്, നിങ്ങളുടെ പഠനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയേണ്ട. ഇവിടെ നമുക്ക് അതിലോട്ട് നോക്കാം. ആകെ 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഒന്നാമത്, ഈ 10 ദിവസത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി മോഡൽ എക്സാം എഴുതുക എന്നുള്ളതാണ്. അതായത് ഡെയിലി മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ അപ്പോ നമുക്കിനി എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കുക, അതായത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം റെഫർ ചെയ്ത് പഠിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു. ഈ 10 ദിവസം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ദിവസവും 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷ എഴുതാം. അത് ഞാൻ ഇവിടെ ട്രെൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് UPSCന്റെ ഈ ഒരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലുള്ള മാതൃകാ പരീക്ഷകളാണ് എഴുതുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ ചലഞ്ചർ ആപ്പിലൊക്കെ ഇനി തൊട്ട് ലഭിക്കാൻ പോകുന്ന ദിവസം നമ്മൾ രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ ചലഞ്ചർ ആപ്പിൽ മാതൃകാ പരീക്ഷ നടക്കുന്നുണ്ട്, ഡെയിലി എക്സാം നടക്കുന്നുണ്ട്. ഡെയിലി എക്സാം എന്ന് പറയുന്ന ഓപ്ഷനാണ് അത് നടക്കുന്നത്. ആ ഡെയിലി എക്സാം UPSCയുടെ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അത്തരത്തിലുള്ള ഇത് എവിടുന്നായാലും ആ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിനും മലയാളത്തിന്റെ ഒക്കെ കാര്യം എങ്ങനെയാന്നുള്ളത്. ഞാൻ അതിലൂടെ പിന്നീട് കടക്കാം. എന്തായാലും അതിനടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതൊരു കൈൻഡ് ഓഫ് റിവിഷൻ ആയിട്ട് നടക്കുന്നു, വീണ്ടും പഠിച്ച് ഓർക്കാൻ പറ്റുന്നു, അല്ലെ അത് നല്ലൊരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കുക. രണ്ടാമത്, സിലബസ് ബേസ്ഡ് റിവിഷൻ എന്നുള്ളതാണ്. ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇവിടെയാണ് എനിക്ക് പറയാനുള്ളത്. സിലബസ് ബേസ്ഡ് റിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി എല്ലാം കൂടെ വിവിധ തരത്തിലുള്ള സോഴ്സുകൾ റെഫർ ചെയ്ത് വാരി വലിച്ച് പഠിക്കാനുള്ള സമയമില്ല. ഇനി ആകെ 10 ദിവസമേ ഉള്ളൂ. ഈ 10 ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് സിലബസിലോട്ട് ഒതുങ്ങി പഠിക്കുക എന്നുള്ളതാണ്. സിലബസ് മാത്രം നോക്കി പഠിക്കുക. ഈ 10 ദിവസം കൊണ്ട് സിലബസ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? സിലബസിലുള്ള ഓരോ കാര്യങ്ങളും എടുത്തിട്ട് അതിന്റെ നോട്ട്സും കാര്യങ്ങളും വായിച്ച് റിവൈസ് ചെയ്ത് പോകും. നിങ്ങൾ എല്ലാവരും ഓൾറെഡി പഠിച്ച ആളുകളാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ റിവൈസ് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഈ സിലബസ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് റിവിഷൻ ആണ് വേണ്ടത്. എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നത്? ഇപ്പോ കേരള ചരിത്രം എടുക്കുന്നു. കേരള ചരിത്രത്തിൽ എന്താ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, പഴശ്ശി വിപ്ലവത്തിന് നോട്ട് എടുക്കുന്നു, വായിക്കുന്നു. ഓക്കെ, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അങ്ങനെ ഈ നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ഓരോന്നും ഇതിലുള്ള കാര്യങ്ങൾ മാത്രം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുറിച്യർ കലാപം, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, അങ്ങനെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അത് ഓരോന്ന് ടിക്കറ്റ് നിങ്ങൾ ഇങ്ങനെ പോവാം. ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഓരോ കാര്യങ്ങളും എടുത്ത് അതിന് നോട്ട്സ് വായിക്കുക. ഇനി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം. ഓരോ ദിവസം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 5-6 മണിക്കൂർ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാം. അത് നിങ്ങൾ ഡിവൈഡ് ചെയ്യാം. മൊത്തം സിലബസിൽ ഓക്കെ ഇത്ര പോർഷൻസ് ഓരോ ദിവസം ഞാൻ കവർ ചെയ്യാം. അങ്ങനെ ഈ 10 ദിവസം നിങ്ങൾ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ കവർ ചെയ്തിട്ട് പോവാം. സിലബസിന്റെ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വന്നാൽ ഇനി അത് കണ്ടെത്തി എഴുതാനുള്ള ഒരു സമയം, അത് പഠിച്ചെഴുതാനുള്ള സമയമൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തറവാക്കാണ് വേണ്ടത്. ഈ 10 ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ആ സിലബസിന്റെ അതേ ഓർഡറിൽ അല്ലെങ്കിൽ ആ സിലബസിലെ ഓരോ പോയിന്റ് എടുത്ത് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ടിക്കറ്റ് നിങ്ങൾ പഠിച്ച് ആ നോട്ട്സ് നിങ്ങൾ വായിച്ച് ഉറപ്പ് വരുത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു സ്കോർ നിങ്ങൾക്ക് LPSC പരീക്ഷയ്ക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാവരും
എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനപ്പുറത്തേക്കുള്ള ഒരു പഠനം ആവശ്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം അങ്ങനെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്യാൻ സമയം കിട്ടുകയുമില്ല. മാത്രമല്ല നിങ്ങൾ അഡീഷണലി സെർച്ച് ചെയ്ത് പോകുന്ന ആ ഒരു ഭാഗം അതൊരു പക്ഷെ 1 മാർക്കിനെ ചോദിക്കുള്ളൂ. ആ 1 മാർക്ക് പോയാലും നിങ്ങൾക്ക് ബാക്കിയുള്ള മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പരീക്ഷ കുളമാകുന്ന അവസ്ഥയായിരിക്കും. അതുകൊണ്ട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ വിജിലന്റ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ 10 ദിവസത്തെ റിവിഷൻ. അത് ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കാര്യമാണ്. ഇംഗ്ലീഷും മലയാളവും എല്ലാവരും ഇത്തവണത്തെ പരീക്ഷയ്ക്ക് കുഴപ്പിച്ച ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മളൊക്കെ സംസാരിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് സൈക്കോളജിക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നു. മാക്സിമം നല്ല രീതിയിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, മാക്സും എളുപ്പമായിരുന്നു. മാക്സും അത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല. ഇപ്പൊ നമ്മളെ സാധാരണ LGS പരീക്ഷകളൊക്കെ എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഈ മാക്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ സ്കോർ ചെയ്യും. അത്ര എളുപ്പമുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ മാക്സിലൊക്കെ വന്നുള്ളൂ. പക്ഷേ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും പറഞ്ഞ കാര്യങ്ങൾ ഇംഗ്ലീഷും മലയാളമാണ്. ഇംഗ്ലീഷും മലയാളം എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷും മലയാളവും നമ്മൾ ഈ GK നേരത്തെ പറഞ്ഞ പോലെ നവോത്ഥാന നായകന്മാർ അല്ലെങ്കിൽ കുറിച്യർ കലാപം അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവം വായിച്ചു പഠിക്കുന്ന പോലെ അങ്ങനെ വായിച്ചു പഠിക്കാൻ പറ്റിയ ഒന്നല്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് എന്താണ് അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ UPSC ക്വസ്റ്റ്യൻസ് നിങ്ങൾ റെഫർ ചെയ്യുക. ഇപ്പൊ ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ നമുക്ക് പ്രിപ്പോസിഷന്റെ ഭാഗത്ത് നിന്നും ടെൻസസിന്റെ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ ഒരു ട്രെൻഡ് നോക്കിയിട്ട് ഗ്രാമറിന്റെ ഭാഗമായിട്ടുള്ള ഓരോ ടോപ്പിക്കും എടുത്ത് അതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകാൻ. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. വിവിധ സെനാരിയോസിൽ ഏതൊക്കെ രീതിയിൽ ചോദിച്ചാലും അതിന് ഉത്തരവെഴുതാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഇനി പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് മലയാളവും നല്ല ടഫ് ആയതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഓക്കെ ഒരു കാരണവശാലും 100% അതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഓക്കെ, അത് ശരിക്കും മണ്ടത്തരമാണ് മാറും. നമുക്ക് ശരിയാണെന്ന് പലപ്പോഴും തോന്നിയാൽ പോലും ആ പരീക്ഷ ഹാളിൽ ഇരിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, നമ്മളത് കറുപ്പിച്ച് വരികയും ചെയ്യും. പിന്നീട് പ്രൊഫഷണൽ ആൻസർ ക്യൂ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആൻസർ ക്യൂ ഒക്കെ നോക്കുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നത് ഞാൻ എഴുതിയത് തെറ്റാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പുള്ളത് 100% നിങ്ങൾക്ക് ഉറപ്പാണ് യെസ് ഇതിന്റെ ആൻസർ ഇതാണ്, അങ്ങനെയുള്ളത് മാത്രമേ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾ കറുപ്പിക്കാവൂ, ആൻസർ ചെയ്യാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതനുസരിച്ച് കറുപ്പിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം പരീക്ഷയുടെ സ്കോറിനെ അത് ബാധിക്കും. അത് ആ ഒരു ഭാഗത്ത് വരുന്ന മൈനസ് മാർക്ക് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ മൊത്തത്തിൽ കുളമാവുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷും മലയാളം പരീക്ഷ എഴുതുന്ന സമയത്ത് കൂടി നിങ്ങൾ വളരെ വിജിലന്റ് ആയിട്ട് കെയർഫുൾ ആയിട്ട് അറിയാവുന്നത് മാത്രമേ എഴുതാവൂ. അത് തന്നെയാണ് അവിടുത്തെ ഡിപ്ലോമസി എന്ന് പറയുന്നത്. ആ ഡിപ്ലോമസി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും മലയാളത്തിൽ നിങ്ങൾ ഈ ഡിപ്ലോമസി ഫോളോ ചെയ്ത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മൈനസ് മാർക്ക് കുറക്കാൻ പറ്റും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളുടെ ഈ 10 ദിവസം സ്റ്റഡി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SCRT നിന്നൊക്കെ വാരി വലിച്ച് പഠിക്കാനുള്ള സമയമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇനി SCRT ചാപ്റ്റേഴ്സ് പോയിട്ട് വായിച്ചു നോക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടോപ്പിക്കും എടുത്തിട്ട് അതിന് നോട്ട്സുകൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സുകൾ ആ നോട്ട്സുകൾ വായിക്കാം. അതിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ചലഞ്ചർ ആപ്പിൽ ഇഷ്ടം എല്ലാത്തിനും നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, ഓരോ ടോപ്പിക്കിന് നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട്സ് വായിച്ചോളൂ. അതിന് പുറമെ നിങ്ങൾ SCRT മറ്റൊക്കെ വായിക്കുന്ന സമയത്ത് ആ മുമ്പ് എഴുതിയെടുത്ത നോട്ടുകൾ ഉണ്ടാവും, അത് റെഫർ ചെയ്തോളൂ. എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് ഒരു ടോപ്പിക്കുമായിട്ടുണ്ടോ അതെല്ലാം വേഗം റിവൈസ് ചെയ്ത് ജസ്റ്റ് പഠിച്ചു പോവാം. ഈ ഒരു സ്റ്റഡി പ്ലാൻ എല്ലാവരും ഫോളോ ചെയ്യുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 10 ദിവസം കൊണ്ട് എല്ലാം റിവൈസ് ചെയ്യാനും നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും നല്ല സ്കോർ നേടിയെടുക്കാനും സാധിക്കും. എന്തായാലും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ടീച്ചിങ് ചാനലിലൂടെ വരും ദിവസങ്ങളിൽ സൈക്കോളജിയുടെയും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ കഴിഞ്ഞ UPSC പരീക്ഷയുടെ ആ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും വരാൻ പോകുന്ന ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നൽകുന്നതായിരിക്കും. എല്ലാ ഉദ്യോഗാർത്ഥികളും ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്ത് അതും കൂടെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. All the very best. Thank you.